നാളെ ചെയ്യാം, നാളെ ഉറപ്പായും ചെയ്യാം. ഇത് കേൾക്കാത്തവരോ അല്ലെങ്കിൽ സ്വന്തമായി പറയാത്തവരോ നമ്മളിൽ ആരും ഉണ്ടാകില്ല. സോ ലാസ്റ്റ് വീഡിയോയിൽ ഈ നാളെ തുടങ്ങാം എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അത് മനഃപൂർവ്വം നീട്ടിവെക്കുന്ന ഈ ഒരു ശീലത്തിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പലരും കരുതുന്നത് ഇതൊരു മടിയെന്നാണ്. സത്യത്തിലല്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തന രീതിയാണ്. സോ നമ്മൾക്ക് ഇന്ന് ഇതിനെക്കുറിച്ചൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിവെക്കുന്നത്? ഇതിൻ്റെ മനഃശാസ്ത്രം എന്താണ്? സോ നമ്മുടെ ബ്രെയിനിൽ 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് ലിംബിക് സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഇമോഷണൽ പോർഷനാണ്. നമുക്ക് പെട്ടെന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പോർഷൻ. രണ്ടാമത്തേതോ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ, യുക്തിപരമായ ഭാഗമാണ്. ഭാവിയിലെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അത് നമ്മളോട് ജോലി ചെയ്യാൻ പറയും. നമുക്കൊരു വലിയ വർക്ക് വരുമ്പോൾ നമ്മുടെ ലിംബിക് സിസ്റ്റം എന്ത് വരും? അത് ഭയപ്പെടും. ഇതൊരു വലിയൊരു ജോലിയാണ്, നമ്മൾ പരാജയപ്പെട്ടാലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ അതിൽ നിന്നും പിന്തുടരും. ഉടൻ തന്നെ നമ്മൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റാനായിട്ട് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വെളിയിലൊരു റോഡ് ട്രിപ്പ് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആവും. താൽക്കാലികമായിട്ട് നമ്മളെ ഭയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇതേ സെക്കൻഡ് പോർഷൻ ആണെങ്കിലോ നമ്മളെ അതിൽ നിന്ന് ഫോക്കസ്ഡ് ആക്കി എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ തന്നെ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു വീഡിയോ ഇടണം, സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങണമെന്ന് കുറേ നാളുകൾ ചിന്തിക്കുന്നു, പക്ഷെ പറ്റാറേയില്ല. കാരണം ഈ പേടി നന്നായിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ പേടി വരണമെന്നറിയോ? അടുത്ത ടോപ്പിക് അതാണ്, പെർഫെക്ഷനിസം. മെയിൻ കാരണം ഇതാണ്. കാരണം എല്ലാം തികഞ്ഞ രീതിയിൽ ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ചെയ്തത് മോശമായിപ്പോയി, ആൾക്കാരുടെ അടുത്ത് റീച്ച് ആയില്ല, അല്ലെങ്കിൽ ബാഡ് കമൻസ് വന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഇതിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിൽ നമ്മൾ പോയാലും നമ്മൾക്ക് ഈ ഒരു പെർഫെക്ഷനിസം വന്നിട്ട് ഇതായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നിലും ഫോക്കസ് കിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടില്ല. എല്ലാം കറക്റ്റ് രീതിയിൽ ചെയ്യണം എന്നൊരു ചിന്ത നമുക്കൊരു ശാപം പോലെയാണ്. അതിന് കാരണം നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറുപ്പം തൊട്ടേ ഉള്ള നമ്മുടെ ശീലങ്ങളാവാം. നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾക്കൊരു 80% മാർക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി കമ്പാരിസൺ, അല്ലേ? നല്ല മാർക്ക് 80 മാർക്ക് കിട്ടി, ഓക്കെ, നമുക്ക് 80 മാർക്ക് കിട്ടിയില്ലേ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കൂടിയ മാർക്കുള്ള ആളുകളെ വെച്ച് കമ്പാരിസൺ. സോ ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. സോ അപ്പോൾ എല്ലാത്തിലും നമ്മൾ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ അതിന് തുനിഞ്ഞിറങ്ങുള്ളൂ. സോ ഈ പെർഫെക്ഷനിസത്തിൻ്റെ ഭാരം കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങാൻ തന്നെ മടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊരു പുരാണത്തിൽ നിന്നൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അത് ചെയ്യാൻ മടിച്ച് ഭയപ്പെട്ട് ഗാന്ധീവം താഴെ വെച്ചു. ഇതൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ നാളെ നോക്കാൻ വേണ്ട എന്നൊരു ചിന്ത. സോ അവിടെയാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത്, കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, നിഷ്കാമ കർമ്മം. അർജുനൻ അവിടെ യുദ്ധം നീട്ടിവെച്ചത് മടി കൊണ്ട് മാത്രമല്ല, മറിച്ച് ഫലത്തെക്കുറിച്ചുള്ള ഭയം, തൻ്റെ ബന്ധുക്കൾ മരിക്കുമോ എന്ന പേടി. കൃഷ്ണൻ അവന് നൽകിയ ഉപദേശം ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞ ടോപ്പിക് പ്രോക്രാസ്റ്റിനേഷനോട് മല്ലിടുന്ന നമ്മൾക്കും ബാധകമാണ്. ഫലം എന്തു തന്നെയായാലും ഇന്ന് നിനക്ക് ചെയ്യാനുള്ള കടമ ഓർ ഡ്യൂട്ടി നീ പൂർത്തിയാക്കുക. നാളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ കർമ്മം എന്തിനു നീട്ടിവെക്കണം? ഈ ഒരു സ്വഭാവം ചെറിയ കുട്ടികൾ, മുതിർന്നവർ എല്ലാവർക്കും ബാധകമാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? ഒന്ന്, ഭയത്തെ തിരിച്ചറിയുക. ഒരു ജോലി നമ്മൾ മാറ്റി വെക്കുമ്പോൾ മടി കൊണ്ടാണോ അതോ പേടി കൊണ്ടാണോ എന്ന് ചോദിക്കുക. ഇപ്പോൾ ഹെൽത്ത് വൈസ് നമുക്ക് പറ്റില്ല, അതാണെങ്കിൽ ഓക്കെ, റെസ്റ്റ് എടുക്കുക. അല്ല, വെറും പേടിയാണെങ്കിൽ ആ പേടിയെ മറികടക്കുക. അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്ത് തന്നെയായാലും മനസ്സിൽ തോന്നിയ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുക. ഇപ്പോൾ ഈ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യം ഒരു
വലിയൊരു ജോലിയാണെങ്കിൽ ഫസ്റ്റ് അതിനെ കാറ്റഗറൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയ പ്രോജക്റ്റ് കിട്ടുകയാണ്, അയ്യോ ഞാനിതെങ്ങനെ ചെയ്യും എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഫസ്റ്റ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക, പ്രയോറിറ്റി ബേസ്ഡ് അതിനെ കാറ്റഗറൈസ് ചെയ്യുക. വലിയൊരു ലക്ഷ്യത്തെ കണ്ട് പേടിക്കുന്നതിന് പകരം അതിനെ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ച് ഒരു ദിവസം ചെറിയ ഭാഗം മാത്രം ചെയ്ത് അതിനൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. മൂന്നാമത്തത് സ്വയം ക്ഷമിക്കുക. ഒരു പക്ഷേ കാര്യങ്ങൾ നീട്ടി വെച്ചുകൊണ്ട് കുറ്റബോധം തോന്നണ്ട. ഒരുപക്ഷെ അതേപോലെ തന്നെ നമ്മൾ കാര്യം ചെയ്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നെങ്കിൽ അതിൽ നമുക്ക് ഒന്നും തോന്നണ്ട, അത് നമ്മൾ ക്ഷമിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അതിന് മാറ്റിയിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ അതിനെ ശ്രമിച്ചത് സക്സസ്ഫുൾ ആക്കുക. സോ എല്ലാം ഇന്ന് മുതൽ തന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കുക, നാളത്തേക്ക് മാറ്റി വെക്കണ്ട. ഒന്നോർക്കുക, സമയം കാത്തു നിൽക്കില്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ജോലി കിടക്കുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യണത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അത് തുടങ്ങാൻ നോക്കൂ. തുടക്കമാണ് ഏറ്റവും പ്രയാസം, അത് കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാകും. താങ്ക് യു.